ഭാവി കണക്കിലെടുത്ത് അടുത്ത തലമുറ നാട്ടിൽ സന്തോഷകരമായ ജീവിതം നയിക്കേണ്ടതിനെ മുൻനിർത്തിയാണ് ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്യപ്പെട്ടത്. പല പദ്ധതികളും ഇതിനകം തന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഒട്ടേറെ പദ്ധതികൾ പുരോഗതിയുടെ പാതയിലുമാണ്. 2016 വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം മാറി മാറി മുന്നണികൾ ഭരിക്കുന്നതായിരുന്നു. അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുന്നതിന് പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ അനുഭവം. 2011 2006-11 കാലത്തെ LDF സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കി LDF ഒഴിയുന്നത്. പക്ഷേ അതിനുശേഷമുള്ള 5 വർഷത്തെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പിന്നോട്ടടിയാണ് ഉണ്ടായത്. എന്നാൽ 2016 LDF വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ നല്ല രീതിയിലുള്ള വികസന പരിപാടികളാണ് നടപ്പാക്കിയത്. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒട്ടേറെ ദുരന്തങ്ങൾ ആ ഘട്ടത്തിൽ നാടിന് അനുഭവിക്കേണ്ടതായിരുന്നു. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിനുശേഷമുള്ള അടുത്ത വർഷം തന്നെയുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതി, പിന്നെ ലോകത്തെ ആകെ നടുക്കിയ മഹാമാരി കോവിഡ്, ഇതിനു പുറമെ പോക്കിയും നിപ്പയും, ഇങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾ ഉയർത്തിയ വെല്ലുവിളികൾ, അതൊക്കെ അതിജീവിച്ചാണ് നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. ഈ മുന്നേറ്റം തടസ്സപ്പെടാതെ തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഫലമായാണ് കേരളത്തിൻ്റെ 2016 വരെയുള്ള ചരിത്രം തിരുത്തി LDFന് 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്.